എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അട ഉണ്ടാക്കുമ്പോൾ വാഴയിലക്കകത്ത് നടുക്ക് തീറ്റിയൊക്കെ വെച്ചാണല്ലോ, തേങ്ങയും ശർക്കരയൊക്കെ വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല, ഈസി ആയിട്ട് നമുക്ക് നല്ല റവ വെച്ച് നല്ലൊരു സൂപ്പർ ഒരു അട ഉണ്ടാക്കാം. ഞാൻ വാഴയിലയൊക്കെ നല്ല വാട്ടി കട്ടിയുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 സൈസാണ് ഉണ്ടാക്കുന്നത്, മധുരം ഇല്ലാത്തതും മധുരം ഉള്ളതും. കാരണം മധുരം ഉള്ളത് കഴിക്കാത്തവരുണ്ട്, മധുരം ഉള്ളത് എനിക്ക് മധുരം ഉള്ളതൊക്കെ വേണേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനം വെച്ചാൽ വേണ്ടേ, ഞാൻ റവ എടുത്തിട്ടുണ്ട്. റവ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, റോസ്റ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കുക. നെയ്യിട്ട് നല്ലോണം ആ പച്ച ഒരു റവയുടെ ഒരു കളർ ചേഞ്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ വെള്ള കളർ ഒരു ചെറിയൊരു ഗോൾഡ് കളറിലോട്ട് ആവണേ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നെയ്ക്കകത്ത് തന്നെ ഇത് മൂപ്പിക്കണം. ഇതിൻ്റെ കൂടെ ഒരു ശകലം ജീരകം ഇടണം. വേണ്ടേ, ഞാൻ സാധാ ജീരകത്തിന് വരെ കരിഞ്ജീരകമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഇത് റവയാണ്, റവയ്ക്കകത്താണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. കരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഈ വെള്ള കളറൊന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് തന്നെ ഇടണം. ഇതിനകത്ത് തന്നെ മൂപ്പിക്കുന്നതിനകത്ത് തന്നെ ചെറുതായിട്ട് ഇടണം. ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ഈ റോസ്റ്റ് ചെയ്യുന്ന റവയ്ക്കകത്ത് തന്നെ ഇടണം. വീണ്ടും മിക്സ് ചെയ്യുക. പഴം ഒന്ന് ഈ റവയുമായിട്ടൊന്ന് ചേരണം. ഉണ്ടല്ലേ, കുറച്ച് നേരം നല്ലോണം ഒന്ന് പഴവും ഈ റവയും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ആവണം. ഇനി നമ്മൾ അതിനകത്തിടാൻ പോകുന്നത് തേങ്ങയാണ്. ഒരു മുറി തേങ്ങ വേണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തേങ്ങയും ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുക. ഇനി ഒരു പിഞ്ച് ഉപ്പിടുക. ഒരു ശകല ഉപ്പ്. ഉപ്പിട്ട് നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇത് ഇറക്കി മാറ്റാം. ഞാൻ പറയാം, 2 സൈസാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒന്ന് മധുരം ഇല്ലാത്തതും ഒന്ന് മധുരം വെച്ച്. ഇതേ കുറച്ച് മധുരം ഇല്ലാത്തതും അടുത്തതിനകത്ത് മധുരം ഉള്ളത്. നമുക്ക് മധുരമുള്ളത് ആദ്യമേ നനയ്ക്കുക. അതാണ്ട് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഒഴിക്കുക. ഒരു തുള്ളി വെള്ളം, ചൂടുവെള്ളം കേട്ടോ, നല്ല തിളപ്പിച്ച വെള്ളം. നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലോണം ഇത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അടുത്തതും അതേപോലെ മധുരം ഇല്ലാത്തത്, അത് നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. അതും ഇതേപോലെ നനയ്ക്കുക.
അപ്പോൾ കണ്ടില്ലേ, 2 സൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഒരു സൈസ് ഉണ്ടാക്കിയാൽ മതി, പക്ഷേ മധുരം ഇല്ലാതെയും വേണം മധുരം ഉള്ളതും വേണം ഇവിടെ കേട്ടോ. ഇനി നമുക്ക് വാഴയില എടുക്കുക, ഒന്നുമില്ല. ഇതിൻ്റെ നടുക്കൂട്ട് വയ്ക്കുക. കണ്ടില്ലേ, ഇതേപോലെ മാറ്റി മാറ്റി എല്ലാം മധുരം ഉള്ളത് മാത്രം ഒരെണ്ണത്തിൽ, മധുരം ഇല്ലാത്ത ഇതേപോലെ നമുക്ക് ആക്കി മാറ്റാം. കണ്ടില്ലേ, മധുരമുള്ള 4 എണ്ണം ഉണ്ട്, മധുരം ഇല്ലാത്ത 3 എണ്ണം ഉണ്ട്. ഇത് നമുക്കിനി ആവി കയറ്റിയെടുക്കണം. ഈ വെള്ളമെല്ലാം നല്ല തിളച്ചിട്ടുണ്ട്. എന്ത് എളുപ്പമാണെന്നറിയാം ഇത്. പക്ഷേ ഈ നെയ്യുടെയൊക്കെ വേണം വെച്ചാൽ നല്ല ടേസ്റ്റും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒരു ഇലയപ്പം നിങ്ങളുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് കാണും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് എളുപ്പമാണ്. 2 ആൾക്കാർക്കും, ഷുഗർ ഉള്ളവർക്കും കഴിക്കാം, ഷുഗർ ഇല്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയെന്ന് നല്ലൊരു ആഹാരം ഇത് കേട്ടോ. അപ്പോൾ ഇത് ആവി ചെയ്ത് വേവട്ടെ, എന്നിട്ട് കാണിച്ചു തരത്തില്ല ഇതിൻ്റെ. അപ്പോൾ നമ്മുടെ 4 മണി ചായയോടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടില്ലേ, അടിപൊളിയാണ് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മധുരം ഉള്ളതുകൊണ്ട് മധുരം ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടം അനുസരിച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള നല്ല കിഡിലെ ഒരു പലഹാരമാണിത് കേട്ടോ. ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മളെ കിഡിലും പലഹാരം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. നമ്മൾ പലഹാരം ഓരോന്നും എടുത്ത്